പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവസന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പക്ഷെ നമ്മൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലായിരിക്കാം. പക്ഷെ നമ്മൾ ഒരേ കൂട്ടായ്മയിൽ പങ്കുചേർന്ന് കർത്താവിൻ്റെ കാരുണ്യം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സമയമാണ്. ദിവ്യകാരുണ്യനാഥൻ നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന സമയം. കർത്താവിൻ്റെ ശക്തമായ സജീവമായ സാന്നിധ്യം നമ്മളിവിടെ അനുഭവിക്കുക. ഈ സാന്നിധ്യം അനുഭവിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മുമ്പിൽ ഒഴുകി വരുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ അവസ്ഥകളും നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ലോകം മുഴുവനെയും സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് അല്പസമയം നമുക്ക് സ്വതന്ത്രമായിട്ട് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഒന്നുയർന്നങ്ങയെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. അവിടുത്തെ ദിവ്യ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. അവിടുത്തെ ശക്തിക്കായി കേണപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണമേ, ഞങ്ങളുടെ കുടുംബത്തിൽ ഇടപെടണമേ, ലോകം മുഴുവൻ്റെ മേലും അവിടുത്തെ കാരുണ്യം വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവകരുണയുടെ അത്ഭുത മണിക്കൂറാണ്. ഈ മണിക്കൂറിൻ്റെതായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ മേലും ലോകം മുഴുവൻ്റെ മേലും വന്ന് നിറയുവാൻ ആഗ്രഹിച്ചു നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളിൽ ശരണപ്പെടുന്നു. നമുക്ക് സ്വസ്ഥമായിട്ട് സ്വസ്ഥാനങ്ങളിരുന്ന് അല്പസമയം വചന വെളിച്ചത്തിൽ ദൈവത്തിൻ്റെ കരുണയെ ധ്യാനിച്ചുകൊണ്ട് കരുണയുടെ ജപമാലയും പ്രാർത്ഥിച്ച് നമുക്ക് ദൈവാനുഗ്രഹം പ്രാപിക്കാം. ഇന്നലെ നമ്മൾ ധ്യാനിക്കുകയുണ്ടായി. ദൈവത്തിൻ്റെ കരുണ മറ്റെന്തിനേക്കാൾ നമുക്ക് ആവശ്യമാണ്. ഈ കരുണയുടെ ഉറവിടം എന്ന് പറയുന്നത് ദൈവം തന്നെയാണ്. പറയുന്നുണ്ട്, കരുണ നമുക്ക് വേണം. ആ കരുണയുടെ ഉറവിടം എന്ന് പറയുന്നത് ദൈവമാണ്. ഈ ദൈവവുമായിട്ട് നമ്മൾ എത്രമാത്രം ബന്ധപ്പെടുന്നോ അത്രമാത്രം ദൈവത്തിൻ്റെ കരുണ നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയും. നമ്മളിന്ന് ഏതാനും കാര്യങ്ങൾ ചിന്തിക്കുന്നത് ഈ കരുണയുടെ വ്യാപ്തിയെക്കുറിച്ച് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എത്ര വലുതാണ്, എത്ര വിശാലമാണ്, എത്ര ഉന്നതമാണ് ദൈവത്തിൻ്റെ കരുണയെന്ന് വചനം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആ കരുണയുടെ വ്യാപ്തി തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവകരുണയ്ക്കായി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായിട്ടും ഈ കരുണയുടെ ഒരു അഭിഷേകം, അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ വന്ന് നിറയും. ജ്ഞാനത്തിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വചനം. ജ്ഞാനം 12:13 നമ്മൾ കാണുന്നത് ഈ വലിയ യാഥാർത്ഥ്യമാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തെ പോലെ കരുണയുള്ള മറ്റാരുമില്ല. അപ്പോൾ ഏറ്റവും കാരുണ്യം നിറഞ്ഞു നിൽക്കുന്നത് ദൈവത്തിലാണ്. ദൈവത്തെ പോലെ കരുണയുള്ള മറ്റാരുമില്ല. ഈ ദൈവത്തെ വിട്ടിട്ടല്ല അല്പം കരുണയ്ക്ക് വേണ്ടി ആരുടെയെങ്കിലൊക്കെ പുറകെ നമ്മൾ ഓടുക. നമ്മൾ ആദ്യം തിരിയേണ്ടത് ദൈവത്തിങ്കിലേക്കാണ് കരുണ ആഗ്രഹിക്കുന്നവർ. അതുകൊണ്ടാണ് വചനം പറയുക, ദൈവത്തെ പോലെ കരുണയുള്ള മറ്റൊരാളെ നമുക്ക് കാണാൻ പാടില്ല, കാണാനില്ല. പറയുകൊണ്ട് ഈ കരുണ, അതിൻ്റെ ഉറവിടം ദൈവം തന്നെയാണ് എന്നുള്ളത് നാം തിരിച്ചറിയണം. കാണാൻ സാധിക്കും, ദൈവം കാരുണ്യവാനാണെന്ന് ദൈവം തന്നെ അരുൾ ചെയ്ത ഒരു വചനഭാഗമുണ്ട്. അതാണ് പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 5 മുതലുള്ള വചനം വായിക്കുമ്പോൾ നമ്മൾ കാണുക. ദൈവം ഉദ്ഘോഷിച്ച് മോശയുടെ മുമ്പിലൂടെ കടന്നുപോയ ഒരു കാര്യം, ഉദ്ഘോഷിച്ചത് തൻ്റെ കാരുണ്യത്തെക്കുറിച്ചാണ്, തൻ്റെ സ്വഭാവത്തെക്കുറിച്ചാണ്. ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈ കാര്യങ്ങളാണ്. ഞാൻ കാരുണ്യവാനും കൃപാലുവും. ദൈവം കാരുണ്യവാനായ ദൈവമാണ്. ദൈവം
കൃപാലുവായ ദൈവമാണ്. കോപിക്കുന്നതിൽ വിമുഖൻ. നമുക്കൊരു പക്ഷേ മുൻകോപവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. ദൈവത്തിൻ്റെ കാര്യം പറഞ്ഞിരിക്കുകയാണ് കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരൻ. നമ്മുടെ സ്വഭാവം ചിലപ്പോൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന കാര്യത്തിൽ വളരെ നമ്മൾ ഉദാരതയില്ലാത്ത ഒരവസ്ഥയായിരിക്കാം. പക്ഷെ ഇവിടെ ദൈവത്തിൻ്റെ കാര്യം പറഞ്ഞിരിക്കുകയാണ് സ്നേഹത്തിൻ്റെ കാര്യത്തിലും വിശ്വസ്തതയുടെ കാര്യത്തിലും അത്യുദാരൻ. അപ്പോൾ സ്നേഹം വേണോ, വിശ്വസ്തതയോടെയുള്ള ഒരു ജീവിതം ആഗ്രഹിക്കുന്നോ, നമ്മൾ ആദ്യം തിരിയേണ്ടത് ദൈവത്തിലേക്കാണ് എന്നത് നാം തിരിച്ചറിയണം. തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നത് ദൈവം തന്നെ സ്വഭാവത്തെക്കുറിച്ച് വിളിച്ചു പറഞ്ഞതാണ്. അവിടുന്ന് നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും പാപങ്ങളുമെല്ലാം ക്ഷമിക്കും. ആയിരങ്ങളോട് കരുണ കാണിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. പറയുന്നുണ്ട് ദൈവകരുണയുടെ വ്യാപ്തി നമുക്ക് തിരിച്ചറിയാനായിട്ട് അധികം ബുദ്ധിമുട്ടേണ്ടതില്ല. അത്ര വലുതാണ്, അത്ര വിശാലമാണ് ദൈവകരുണ എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. യോനാ പ്രവാചകൻ ഈ ദൈവകരുണയെക്കുറിച്ച് വിളിച്ചു പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ യോന പ്രത്യേകം എടുത്തു പറഞ്ഞത് ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചാണ്. യോനാ പ്രവാചകൻ, ഈ പ്രവാചകൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വചനം എടുത്താൽ നമുക്കിത് കാണാൻ പറ്റും. യോന 4-ന്റെ 2-ാമത്തെ വചനം. യോന ഏറ്റുപറഞ്ഞു, ദൈവത്തെക്കുറിച്ച് ഏറ്റുപറഞ്ഞ ഒരു കാര്യം, നീ ദയാലുവും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്. 4 കാര്യങ്ങളാണ് ദൈവത്തെക്കുറിച്ച് പ്രത്യേകം യോനാ പ്രവാചകൻ എടുത്തു പറഞ്ഞിരിക്കുന്നത്. നീ ദയാലുവായ ദൈവമാണ്, കാരുണ്യവാനായ ദൈവമാണ്, ക്ഷമാശീലനായ ദൈവമാണ്, സ്നേഹനിധിയായ ദൈവമാണ്. പറയുന്നുണ്ട് ദൈവത്തിൻ്റെ കരുണ ലഭിക്കാൻ നമ്മൾ ഏറ്റവും കൂടുതൽ തിരിയേണ്ടത് ദൈവത്തിലേക്ക് തന്നെയാണെന്ന് ഈ വചനഭാഗങ്ങളൊക്കെ നമ്മെ ഓർമ്മിപ്പിക്കുക. സങ്കീർത്തനം 103 8-ാമത്തെ വചനമെടുത്താൽ ദൈവം ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്. സങ്കീർത്തകനും ദൈവത്തെ അവതരിപ്പിക്കുന്നത് ആർദ്രഹൃദയനും കാരുണ്യവാനുമായിട്ടാണ്. അതാണ് 103-ാമത്തെ സങ്കീർത്തനം 8-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുക. വീണ്ടും സങ്കീർത്തനം 145-ന്റെ 8-ാമത്തെ വചനമെടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവം കൃപാലുവും കാരുണ്യവാനും ക്ഷമാശീലനുമാണ്. ഈ 3 കാര്യങ്ങൾ സങ്കീർത്തകൻ വിളിച്ചു പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ദൈവത്തെക്കുറിച്ച്. നീ കൃപാലുവായ ദൈവം, കാരുണ്യവാനായ ദൈവം, ക്ഷമാശീലനായ ദൈവം. 2 മക്കബായർ 6-ാം അധ്യായം 16-ാമത്തെ വചനവും ദൈവകരുണയുടെ വ്യാപ്തി എടുത്തു കാണിക്കുന്ന 2 മക്കബായർ 6-16. ദൈവം ഒരിക്കലും തൻ്റെ കരുണ പിൻവലിക്കില്ല. പറയുന്നുണ്ട് നാം പാപം ചെയ്തു പോയി, നമുക്ക് തെറ്റുകളും വീഴ്ചകളും വന്നു, അതിൻ്റെ പേരിൽ എന്നേക്കുമായി കരുണ പിൻവലിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. ഒരിക്കലും തൻ്റെ കരുണ പിൻവലിക്കില്ല എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുക. യെശയ്യായുടെ പുസ്തകം 54-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വചനം ദൈവകരുണയെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: മഹാകരുണ. ദൈവം കാണിക്കുന്നത് മഹാകരുണയാണ്. സാധാരണ ഒരു കരുണയെ സൂചിപ്പിക്കുന്നതല്ല എന്ന് നമുക്കാർക്കും മനസ്സിലാക്കാൻ പറ്റും. 2 വചനഭാഗങ്ങൾ എടുക്കുമ്പോൾ, ഒന്ന് സങ്കീർത്തനം 89-ന്റെ 28, സങ്കീർത്തനം 89-ന്റെ 28, അതുപോലെ യെശയ്യാ 54-ന്റെ 10-ാമത്തെ വചനം. ഈ 2 വചനഭാഗങ്ങളും ഒരുപോലെ ദൈവകരുണയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ കരുണ അചഞ്ചലമാണ്. ചഞ്ചലിക്കുന്ന ഒരു സ്വഭാവം ദൈവത്തിനില്ല. അപ്പം അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ കരുണയ്ക്കും ചഞ്ചലിപ്പുണ്ടാകത്തില്ല. അന്നും ഇന്നും എന്നും ഒരുപോലെ കരുണ കാണിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ടാണ് ആ കരുണ അചഞ്ചലമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. സങ്കീർത്തനം 27-ന്റെ
10-ാമത്തെ വചനം എടുത്താൽ കാണാൻ സാധിക്കും, ദൈവത്തിൻ്റെ സ്നേഹം അചഞ്ചലമാണ്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ കരുണ അചഞ്ചലമാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. മറ്റ് 2 വചനഭാഗങ്ങൾ ജെറമിയ 31:20, ജെറമിയ 31:20, പ്രഭാഷകൻ 5:6. ഈ 2 വചനഭാഗങ്ങളും ഒരേ രീതിയിലാണ് ദൈവകരുണയെക്കുറിച്ച് സംസാരിക്കുന്നത്. ദൈവത്തിൻ്റെ കരുണ നിസ്സീമമായ കരുണയാണ്. നിസ്സീമമായ കരുണ ദൈവം തന്നെ പറഞ്ഞതാണ് യാക്കോബിനോട്, ഇസ്രായേലിനോട്, എനിക്ക് നിന്നോടുള്ള കരുണ നിസ്സീമമാണ്. പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ഈ കരുണ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ കരുണയ്ക്കായി നമ്മൾ ആദ്യം തിരിയുന്നത് ദൈവത്തിങ്കിലേക്ക് തന്നെയായിരിക്കും. സങ്കീർത്തനം 103 11-ാമത്തെ വചനവും സങ്കീർത്തനം 36:5-6 വചനങ്ങൾ, ഈ 2 വചനഭാഗങ്ങൾ ദൈവകരുണയെക്കുറിച്ച് സംസാരിക്കുന്നത് മറ്റൊരു കാര്യം. ഇവിടെ പറഞ്ഞിരിക്കുന്ന സങ്കീർത്തനം 103, 11, 36:5 മുതൽ 7 വരെയുള്ള വചനഭാഗം. ദൈവകരുണ ആകാശത്തോളം ഉയർന്നു നിൽക്കുന്നത് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആകാശത്തിൻ്റെ ഉയരം, ഈ ആകാശത്തോളം ഉയർന്നു നിൽക്കുന്നതാണ് ദൈവത്തിൻ്റെ കരുണ എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുക. സങ്കീർത്തനം 33:5-ാമത്തെ വചനം കൂടി എടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, 33-ാം സങ്കീർത്തനം 5-ാമത്തെ വചനം, ദൈവത്തിൻ്റെ കരുണ ഭൂമി മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. ഈ ഭൂമിയിൽ ഏതറ്റത്ത് എന്നാലും ദൈവത്തിൻ്റെ കരുണ അനുഭവിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് പറയുകൊണ്ട് നമ്മൾ പ്രപഞ്ചത്തിൻ്റെ ഏത് അറ്റത്താണേലും അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ കരുണയും നമുക്ക് അനുഭവിക്കാൻ സാധിക്കും എന്നത് നാം തിരിച്ചറിയണം. ഇതെല്ലാം ചേർത്ത് സങ്കീർത്തനം പറയുന്നൊരു കാര്യമുണ്ട്. 36-ാമത്തെ സങ്കീർത്തനം 7-ാമത്തെ വചനം എടുത്താൽ അത് നമുക്ക് കാണാൻ പറ്റും. സങ്കീർത്തനം 36:7-ാമത്തെ വചനം പറയാണ്, ദൈവത്തിൻ്റെ കരുണ എത്ര അമൂല്യം, ദൈവത്തിൻ്റെ കരുണ എത്ര അമൂല്യം. ഇതാണ് നമ്മൾ ഇരുന്ന് ധ്യാനിക്കേണ്ടത്, ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കേണ്ട ഒരു ബോധ്യം. അങ്ങനെയുള്ളവർക്ക് ദൈവകരുണ പ്രാപിക്കാൻ വളരെ എളുപ്പമായിരിക്കും എന്ന് നാം തിരിച്ചറിയണം. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, യേശുവിൻ്റെ ജീവിതത്തിലേക്കും സ്വഭാവത്തിലേക്കും പഠനങ്ങളിലേക്കും ഒക്കെ നോക്കിയാൽ ഒരു കാര്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ദൈവത്തിൻ്റെ കരുണയുടെ മുഖമാണ് യേശുക്രിസ്തു. യേശുക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തിൻ്റെ കരുണ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. യോഹന്നാൻ 14:9 വായിച്ചാൽ യേശു തന്നെ പറഞ്ഞ ഒരു കാര്യമാണ്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. പറയുന്നുണ്ട്, യേശുവിൻ്റെ സ്വഭാവത്തിൽ നിന്ന് പിതാവായ ദൈവത്തിൻ്റെ സ്വഭാവം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 6:30 മുതൽ വായിച്ചാൽ വിശക്കുന്നവരോട് കരുണ തോന്നിയ ഒരു ദൈവമാണ് യേശുക്രിസ്തു. മത്തായി 6:34 വായിച്ചാൽ ഇടയനില്ലാത്ത ആടുകളോട് കരുണ തോന്നിയ ഒരു ദൈവമാണ് യേശുക്രിസ്തു. ലൂക്കാ 7:14 മുതൽ വായിച്ചാൽ മകൻ മരിച്ച ഒരു സ്ത്രീയോട് അലിവ് തോന്നി, കരുണ തോന്നി ആ മകനെ വീണ്ടും ജീവനിലേക്ക് കൊണ്ടുവന്ന് ആ അമ്മയ്ക്ക് കൊടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 40-ാമത്തെ വചനം വായിച്ചാൽ കുഷ്ഠരോഗിയോട് കരുണ കാണിക്കുന്ന ദൈവമാണ് യേശുക്രിസ്തു. എല്ലാ സുവിശേഷങ്ങളിലും നമ്മൾ കാണുന്നു യേശു കരുണയുള്ള ദൈവമായിരുന്നു എന്നുള്ളത്. നമ്മുടെ ആവശ്യങ്ങളെ ഈ അൾത്താരയിൽ ഒരിക്കൽ കൂടി സമർപ്പിക്കാം. ഏതാനും നിമിഷങ്ങൾ കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് നമ്മുടെ ആവശ്യങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ മേലും ലോകം മുഴുവൻ്റെ മേലും ദൈവത്തിൻ്റെ കരുണയുടെ പ്രവാഹമുണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ദൈവം പരിഗണിച്ച് അതെല്ലാം ഏറ്റെടുത്ത് നമ്മെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അല്പസമയം സ്വതന്ത്രമായിട്ട് കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരുണയാൽ ഞങ്ങളെ നിറയ്ക്കണമേ, അഭിഷേകം ചെയ്യണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,